السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد. اتقوا الله عباد الله. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നത് കാണാം, അന്ന ഫാത്തിമത അലൈഹിസ്സലാം അത്തത്ത് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്അലുഹു ഖാദിമൻ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു ഖാദിമിനെ, ഒരു വേലക്കാരിയെ ആവശ്യപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അപ്പോൾ വന്നത്, വീട്ടിലൊരുപാട് ജോലികളുണ്ട്, പ്രത്യേകിച്ചും ഈ അരിയാട്ടുക, ഈ രണ്ട് കല്ലുകൾ പിടിച്ചുകൊണ്ടുള്ള ഈ അരിയാട്ടുക എന്നുള്ള ജോലി വലിയ പ്രയാസമായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഒരു ഖാദിമിനെ അന്വേഷിച്ചുകൊണ്ട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഈ സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു കൊടുത്തു, അലാ ഉഖ്ബിറുകി മാ ഹുവ ഖൈറുൻ ലക്കി മിൻഹു, അതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, തുസബ്ബിഹീന അല്ലാഹ ഇൻദ മനാമികി 33 വതഹ്മദീന അല്ലാഹ 33 വതുകബ്ബിരീന അല്ലാഹ 34. നീ നിന്റെ ഉറക്ക സമയത്ത് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നീ 33 വട്ടം സുബ്ഹാനല്ലാഹ് എന്നും 33 വട്ടം അൽഹംദുലില്ലാഹ് എന്നും 34 വട്ടം അല്ലാഹു അക്ബർ എന്നും നീ പറയുക എന്ന്. അതാണ് നിനക്ക് ഇതിനേക്കാൾ ഒരു ഖാദിമിനെ ലഭിക്കുന്നതിനേക്കാൾ ഖൈറായിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്കും ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ഒരു സുന്നത്താണ്. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ 33 വട്ടം സുബ്ഹാനല്ലാഹ് ഇല്ല, 33 വട്ടം അൽഹംദുലില്ലാഹ് ഇല്ല, 34 വട്ടം അല്ലാഹു അക്ബർ ചൊല്ലുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു സുന്നത്താണ്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്ന ഒരു വാചകം കാണാം, من اعتاد على التسبيح قبل نومه أعطي نشاطا وقوة في قضاء حاجته وقوة في عبادته. ആരെങ്കിലും ഉറക്ക സമയത്ത്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് തസ്ബീഹിനെ അയാൾ ശീലമാക്കിയാൽ, ഈ പറഞ്ഞ ഹദീസ് ഒരാൾ പ്രാവർത്തികമാക്കി, നിത്യേന പ്രാവർത്തികമാക്കിയാൽ അദ്ദേഹത്തിന് ഉഅ്തിയ നശാതൻ വഖുവതൻ ഫി ഖളാഇ ഹാജതിഹി വഖുവതൻ ഫി ഇബാദതിഹി, അവന്റെ ഇബാദത്തിലും അതുപോലെ തന്നെ അവന്റെ ആവശ്യ പൂർത്തീകരണങ്ങൾ, കാര്യങ്ങൾ നടത്തുന്നതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉണർവും അതുപോലെ തന്നെ ഒരു ശക്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. കാരണം ഈ ഒരു ഹദീസിൽ തന്നെ കാണാം, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്ന് ചോദിക്കുന്നത് തൻ്റെ കഴിവില്ലായ്മയെ സംബന്ധിച്ചാണ്. അതായത് ഒരു ഖാദിമിനെ വേണം, എനിക്ക് ഇന്ന ജോലി ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഖുവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്നുകൊണ്ട് ചോദിക്കുന്നത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകമാണ്, ആരെങ്കിലും തസ്ബീഹ് ഒരാൾ ശീലമാക്കുകയാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഖളാഉൽ ഹാജ്, അയാളുടെ ആവശ്യ പൂർത്തീകരണങ്ങളിലും അതുപോലെ തന്നെ അയാളുടെ ഇബാദത്തിലൊക്കെ ഒരു നശാത്ത്, ഒരു ഉണർവ്, അതുപോലെ തന്നെ ഒരു ഖുവത്ത് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളും ഉറങ്ങുന്നതിന് മുമ്പായി കൊണ്ട് ആ ഒരു സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹി വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.